ഞങ്ങൾ വന്നപ്പോൾ ശാലിനി കണ്ട് ഇവിടെ കമന്ന് കിടക്കുക. നിങ്ങൾ സന്തോഷോടി വന്നപ്പോൾ ഇവിടെ ശാലിനി കമന്ന് കിടക്കുക. ഈ കൈ മാത്രം ഇങ്ങനെ അനക്കം മാത്രം, ഈ ഒരു കൈ മാത്രം അനക്കം ഉണ്ടായിരുന്നു. അന്നേരം അവർ തുണിക്കകത്താണ് എടുത്തുകൊണ്ട് വരുന്നത്, കയ്യിലേക്കകത്ത് എടുത്തുകൊണ്ട് മേളിൽ വന്നപ്പോഴത്തേനും ജീവൻ പോകാൻ ഈ ബ്ലഡായി കിടക്കുന്നത്. ഈ ബ്ലഡാണ് ഇവിടെ കിടക്കുന്നത് അല്ലേ? പിന്നെ ഇവർ ഒരു പ്രാവശ്യം അവിടെ ചെന്നപ്പോൾ എന്നെ ചീത്ത വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ കുടുംബത്തിൽ നീ ഇടപെട്ടിരുന്നു. ആ സമയത്ത് കത്തി കയ്യിലുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ബൈക്കിന് ഇവിടുത്തെ ഈ അന്നമ്മ എന്ന് പറഞ്ഞവർ കുത്തിയിട്ടേ പോത്തുള്ളായിരുന്നു. അപ്പോൾ ഇങ്ങനെ തന്നെ പറഞ്ഞത് ഒറ്റ കേസല്ലേ ഉള്ളൂ, കാരണം വെച്ചാൽ എൻ്റെ വൈഫിനെയും ഈ അന്നമ്മയും കുത്തിയിട്ട് മോളെ കുത്തിയിട്ടില്ലേ, അത് കഴിഞ്ഞ് എൻ്റെ ഈ കത്തി ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ വൈഫിനെയും ഈ അന്നമ്മയും കുത്തുമായിരുന്നു ഞാൻ പറഞ്ഞു. അന്ന് സംഭവം നടക്കുമ്പോൾ ഞാൻ ആ കടയിൽ ഇരിക്കുകയാണ്. ആ കടയിൽ ഇരുന്നപ്പം കുഞ്ഞ് ഇതിലെ ഇറങ്ങി വരുന്നു. ഇത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. വൈഫ് പുള്ളിക്കാരി ഇറങ്ങി വരുന്നതാണ്, അതായത് സ്വന്തം വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഐസക്കിന് അങ്ങോട്ട് വരുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ കടയിൽ ഇരുന്ന് കാണുകയാണ് അല്ലേ? കണ്ടുകൊണ്ടിരിക്കുക, കൊച്ചിറങ്ങി വരുന്നത്. അത് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അങ്ങനെയാണ് ബാക്കി എല്ലാവരും ഓടി വന്നത്. അന്നേരം എൻ്റെ വൈഫ് ഓടി വന്ന് പറഞ്ഞു ചേട്ടാ എന്നെ കുഞ്ഞിനെ വെട്ടിയിട്ടേക്കുന്നു പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പോയി കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ വൈഫ് ഓടിച്ചെന്നപ്പോഴത്തേക്ക് വൈഫ് ഓടിച്ചെന്നു, വൈഫിനെ അടിച്ച് തള്ളി മാറ്റി, അമ്മയെ അടിച്ചു. നീ ഐസക്ക് എന്നിട്ട് പറഞ്ഞു തന്നെ കത്തി ഉണ്ടായിരുന്നേ ഇവരെ രണ്ടുപേരെ കുത്തി കയറിയാണ്. ഇതാണ്ട് ഈ വീട്ടിലമ്മ അടിച്ചത്. ഈ വീട്ടിലമ്മ അടിച്ചത്. അത് കഴിഞ്ഞാണ് എൻ്റെ വൈഫിനെ അടിച്ചില്ല, പിടിച്ചു തള്ളി. ഇവൻ പിന്നെ പെരക്കകത്തങ്ങോട്ട് കയറിയിട്ടാ പിന്നെ ആരും കാണാതെ ഓടിയതാണ്. നമ്മൾ ആ സമയത്ത് വെപ്രളം കൊണ്ട് കുഞ്ഞിനെ ആശ്ചര്യമാക്കാനല്ലേ നമ്മൾ നോക്കുന്നത്. എന്ന് വെച്ചാൽ ഉഷ്ഭയം പോകുന്നില്ലല്ലോ, കാരണം വെച്ചാൽ കുഞ്ഞിനെ വന്ന് കാണുകയും ചെയ്യും. ഇതെല്ലാം കൂടെ ഇപ്പോൾ ഉഷ്ഭയം ഇങ്ങനെ നിൽക്കുകയില്ലേ. ഇപ്പോഴും അവൾ ഒരു അങ്ങനെ ഒരു ഇതായിട്ട് വന്നിട്ടില്ല. കാരണം വെച്ചാൽ ഇപ്പം തന്നെ വീട്ടിൽ ഉണ്ട്. ഇതാണ് ഇവിടെ വെച്ചാണ് ശാലിനിയെ വെട്ടിക്കൊലപ്പെടുത്തിയ വീട് അല്ലേ? ഇവിടെയായിരുന്നു അവർ താമസിച്ചുകൊണ്ടിരുന്നത്. ശാലിനിയും ഈ വീട്ടിൽ വെച്ചാണ് ശാലിനിയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തിയത്, വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തിയത്. ശാലിനി സ്വന്തം വീട്ടിൽ നിന്ന് അമ്മയെ നോക്കിയിട്ട് രാവിലെ 6 മണിക്ക് ഇവിടെ വന്നതാണ്. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ, മക്കളുടെ കാര്യം ഭർത്താവിൻ്റെ കാര്യമൊക്കെ നോക്കാനായിട്ട് ഇവിടെ വന്നപ്പോഴാണ് ഒരു 10 മിനിറ്റിനുള്ളിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. അപ്പോഴാണ് ഈ കടയിലിരുന്ന് കണ്ട ആളാണ്, ശാലിനി ഇറങ്ങി വരുന്ന കണ്ട ആളാണ് ഈ നിൽക്കുന്നയാൾ. അത് പേര് സന്തോഷ് എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ സന്തോഷ് പറയുന്നത് ഞാൻ കടയിരുന്ന് കണ്ടാണ്, ശാലിനി ഇറങ്ങി വരുന്ന കണ്ടതാണ്. പക്ഷേ 10 മിനിറ്റ് കൊണ്ട് സംഭവം ഉണ്ടായി. സന്തോഷം ഞെട്ടി തെരിച്ചു പോയതാണ് സന്തോഷ് പറയുന്നത്. കാരണം സന്തോഷം ഇപ്പം അടിച്ചു വെച്ച ഷീറ്റ് പോലും, റബ്ബർ വെട്ടി എടുത്ത പാല് പോലും ഷീറ്റാക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അത്രമാത്രം സന്തോഷം തളർന്നുപോയി. ഇത് കണ്ട് ഓടി വന്ന സന്തോഷിൻ്റെ ഭാര്യയെ ഈ ഐസക്ക് പിടിച്ച് തള്ളി. ഇത് ബഹളം കേട്ട് ഓടി വന്ന ശാലിനിയുടെ അമ്മയെ, ശാലിനിയുടെ ആ വീട് തൊട്ടടുത്ത് തന്നെയാണ്, അമ്മയെ പിടിച്ച് അടിച്ചു. വേറൊരു പ്രായമുള്ള ചേച്ചിയെ അടിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. എന്നിട്ട് ഐസക്ക് പറഞ്ഞു എന്നാന്ന് പറഞ്ഞാൽ കയ്യിലൊരു കത്തി ഉണ്ടായിരുന്നെങ്കിൽ ഇവരെയും കൂടെ കുത്തി കൊന്നേനാന്നാണ് പറയുന്നത്. അത്രമാത്രം ഒരു ഭയാനകമായ ഒരു സംഭവമാണ് ഇവിടെ നടന്നത്. ഇത്രയും ക്രൂരനായ ഒരു മനുഷ്യനായിരുന്നു ഇവരൊക്കെ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പം മദ്യപിക്കുകയില്ല എന്നൊക്കെ പറയുമെങ്കിലും ഇതെല്ലാം ഉണ്ടായിരുന്നാണ് ഇവരൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നത്. കൊലപാതകം നടന്ന വീടിൻ്റെ ഇതാണ് അടച്ചിരിക്കുന്നത്, ഇത് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇവിടെ വെച്ചാണ് സംഭവം നടന്നത്. ഞങ്ങൾ വന്നപ്പോൾ ശാലിനി കണ്ട് ഇവിടെ കമന്ന് കിടക്കുക. നിങ്ങൾ സന്തോഷോടി വന്നപ്പോൾ ഇവിടെ ശാലിനി കമന്ന് കിടക്കുക. ഇവിടെ വെച്ചാണ് വെട്ടിയത്. ഈ സ്ഥലത്ത് വെച്ചാൽ വെട്ടിയത് അല്ലേ? നമ്മൾ കമന്ന് കിടക്കുക. ഈ കൈ മാത്രം ഇങ്ങനെ അനക്കം മാത്രം, ഈ ഒരു കൈ മാത്രം അനക്കം ഉണ്ടായിരുന്നു. അത് കണ്ടുതന്നെ ഞാൻ കൂടി പോയി. കാരണം വെച്ചാൽ നമുക്ക് ഇത് നിൽക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം വെച്ചാൽ എനിക്ക് ഞാൻ ഷുഗർ പേഷ്യൻ്റ്, കാരണം എനിക്കത് താങ്ങാനുള്ള ഉൾക്കൊള്ള ഇതില്ല. അറിയാൻ എനിക്ക് വണ്ടി എടുക്കാൻ പറഞ്ഞാൽ എനിക്ക് വണ്ടി എടുക്കാൻ പോലും ഉള്ള ഇതില്ല. അന്നേരം അവർ തുണിക്കകത്താണ് എടുത്തുകൊണ്ട് വരുന്നത്, കയ്യിലേക്കകത്ത് എടുത്തുകൊണ്ട് മേളിൽ വന്നപ്പോഴത്തേനും ജീവൻ പോകാൻ നമ്മുടെ അവിടെ ചെന്നപ്പോഴത്തേക്കും പറഞ്ഞാൽ തീർന്നു. ഇവിടെ ഭയങ്കര ബ്ലഡായിരുന്നു. ഇപ്പോൾ ഭയങ്കര ബ്ലഡ്, ഈ ബ്ലഡായി കിടക്കുന്നത്. ഈ ബ്ലഡാണ് ഇവിടെ കിടക്കുന്നത് അല്ലേ? ഈ കിടക്കുന്നതെല്ലാം ബ്ലഡാണ്. അത് മൊത്തം ബ്ലഡാണ്. ഇതുവരെ കഴിയിട്ടില്ല. പോലീസ് പറഞ്ഞാൽ കഴിവരുതെന്ന് പറഞ്ഞു. പോലീസുകാർ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് കഴിവരുതെന്ന്. കഴിവെന്ന് വെച്ചാൽ ഇനിയും തെളിവ് കാണുമല്ലോ, അതുകൊണ്ടായിരിക്കും കഴിവെന്ന് പറഞ്ഞത്. അപ്പോൾ പുറവശത്തൂടെ ആയിരിക്കും ഇറങ്ങുമല്ലോ അല്ലേ? അത് നമ്മൾ കാണുന്നില്ലല്ലോ. ഇതിലെ വന്ന് ആക്രമിക്കുന്ന നമ്മൾ കാണുന്നില്ലല്ലോ. കണ്ടായിരുന്നെങ്കിൽ നമ്മൾ എത്ര കാലം മേളിൽ നിന്ന് നമ്മൾ കാണാൻ പറ്റത്തില്ലാണ്ട് ഈ വീടുണ്ടായിട്ട് ഇവിടെ എന്തോ നടക്കുന്നത്. പക്ഷേ അലപ്പ് മാത്രം കേൾക്കാം. അങ്ങനെയാണ് നമ്മൾ ഓടി വരുന്നത്. ഈ ശാലിനിക്ക് വണ്ടി നേരത്തെ ഡ്രൈവിംഗ് പഠിപ്പിച്ചെന്നും അത് കഴിഞ്ഞ് പിന്നെ വണ്ടി മേടിച്ചു കൊടുത്തു ഈ ഐസക്കാണെന്നും. അതിന് വണ്ടി വാങ്ങിച്ചു കൊടുത്തത്, അതിന് ഐസക്ക വണ്ടി വാങ്ങിച്ചു കൊടുത്തത്. പിന്നെ രണ്ടാമത് ഇപ്പോൾ വണ്ടി എടുത്തെന്ന് പറയുന്നത് അതെങ്ങനെ എടുത്തെന്ന് നമുക്കറിയത്തില്ല. അതായത് പിന്നീട് അനാവശ്യമായിട്ട് വണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പം വണ്ടി എടുക്കരുതെന്ന് പറഞ്ഞു. അതിൻ്റെ വാശിക്ക് പേരിൽ കിടന്ന മോതിരം പണയം വെച്ചിട്ട് വണ്ടി എടുത്തു എന്നാണ് വീഡിയോക്കകത്ത് പറയുന്നത്. ഞാനത് കേട്ടായിരുന്നു. പക്ഷേ ആ സംഭവം കരുതി ആദ്യമേ വണ്ടി എടുത്തു കൊടുത്ത ഐസക്ക് തന്നെ, ജോലിക്ക് പാനം എടുക്കാനൊക്കെ വണ്ടി വാങ്ങിച്ചു കൊടുത്ത ഐസക്ക. അത് നമുക്കറിയാം. ഇപ്പോൾ രണ്ടാമത് വണ്ടി എടുത്ത കാര്യം നമുക്കറിയത്തില്ല, എങ്ങനെ എടുക്കുന്നത് ഇത് നമുക്കറിയത്തില്ല.
ഇപ്പോൾ 2 വണ്ടിയുണ്ടോ ഇപ്പോൾ നിലവിൽ? ഇപ്പം അല്ല, ആദ്യം ഒരു അതാണ്ട് ഇത് ഇപ്പം ഈ വണ്ടിയാ, ഇത് തന്നെ, ഇതാണ് മോളെന്ന് ഉപയോഗിച്ചിട്ടിരുന്നത്. ഇപ്പം ഈ ഐസക്കാണോ കൊണ്ടുപോകുന്നത്? ഇപ്പം ഐസൊക്കെ അതായത് ശാലിനിയെ കൊണ്ട് എടുപ്പിക്കുകയല്ല, എടുപ്പിക്കത്തില്ല. അവൻ ആ വണ്ടി കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞ വണ്ടി അവിടെ വെച്ചേക്കുന്നു. ആ വണ്ടി ഇരിക്കട്ടെ, അത് വീട്ടിൽ കൊണ്ട് പുതിയ വണ്ടി ഇപ്പം ചെറുക്കൻ കണ്ടപ്പം കൊണ്ടുപോയിട്ട് വന്ന് കൊണ്ടുപോയിട്ട് വന്നു. ഇപ്പോൾ രണ്ടാമതൊരു വണ്ടി എടുത്ത് ശാലി. അപ്പം അത് നമുക്കറിയാം. കാരണം വെച്ചാൽ കൊച്ചി വണ്ടി കൊണ്ട് പോകുന്നതാണ്. നമ്മൾ ചോദിക്കുകയും ചെയ്തു, നമ്മൾ എണ്ണം നമുക്ക് എടുത്ത് എന്നും പറഞ്ഞു എടുക്കാൻ മാത്രം. ഈ ആഡംബര ജീവിതമായിരുന്നോ? ആഡംബര ജീവിതം എന്നൊക്കെ പറയുന്നത് ശരിയാണോ? കാരണം ഇപ്പോൾ ജോലിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി കൊച്ചി രാവിലെ ജോലിക്ക് ഇവിടെ 6:30 പോകുന്നു, ഞാൻ വെളുപ്പിന് 3 മണിക്ക് വെട്ടാൻ. അത് മാത്രമേ നമുക്കറിയാം. കാരണം ഇവർ, ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ഇവർ വഴക്ക് നടന്നപ്പോൾ നമ്മൾ കയറി വന്ന് ചോദ്യം ചെയ്തപ്പോൾ അവൻ എന്നെ ചീത്ത വിളിച്ചു. എൻ്റെ വീട്ടിൽ പലതും നടക്കാൻ നീ അറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ നമ്മൾ രണ്ടാമതൊന്ന് കയറണ്ടല്ലോ. അന്നേരം നമുക്ക് ഒരു ഇതായിപ്പോയി, ചിന്തയായിപ്പോയി. കാരണം വെച്ചാൽ അങ്ങനെയുള്ള വഴക്കാണെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ ഇങ്ങനെ ചെയ്യും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞെട്ടിച്ചെന്നല്ല, ഇപ്പോഴും കൈയും കാലും ആടുന്നില്ല, ജോലിക്ക് പോലും പോകാൻ പറ്റില്ല. ഒറ്റയ്ക്ക് പോയിരിക്കുമ്പം തന്നെ നമുക്ക് ചിന്ത ഇതാണ്, നമ്മൾ കണ്ട ഇത് ഒരിക്കലും കണ്ട രംഗമല്ലേ? ഒരു കൈ വരയ്ക്കുന്നു, കമന്ന് കിടക്കുന്നു. ഇപ്പൊ കുറച്ച് ദിവസമല്ലേ ആയത്? 2-3 ദിവസം അത്രേ ഉള്ളൂ. തിങ്കളാഴ്ച എത്രയേ ഉള്ളൂ? തിങ്കളാഴ്ചയിലെ സംഭവം നടന്നു. ഒരു 6:30 വെച്ചാണ് ഈ സംഭവം മൊത്തം നടക്കുന്നത്. നമ്മൾ എല്ലായിടത്തും ശ്രദ്ധ പിടിച്ച് പറ്റിയത് ഈ കൊലപാതകം കഴിഞ്ഞിട്ട് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ പ്രൊമോട്ട് ചെയ്തപ്പോൾ ലൈവായിട്ടേ. കാരണം ഞാൻ തെറ്റുകാരനല്ല, ഇത് ഇങ്ങനെയുള്ള സ്ത്രീകളൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടത് കൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വന്നത്. പക്ഷെ അത്രയൊരു മൃഗമാണെന്നാണ് ജനങ്ങൾ മുഴുവൻ ചിന്തിച്ചോണ്ടിരിക്കുന്നത്. മൃഗമെന്ന് വെച്ചാൽ ഇപ്പം മൃഗത്തിനൊക്കെ തുല്യമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഒറ്റയ്ക്കൊരു മനുഷ്യനെ കൊല്ലുമെന്ന് വെച്ചാൽ ഇല്ല, അതാണ് നമ്മുടെ മൈൻഡിനകത്ത് കിടക്കുന്നത്. കാരണം പച്ചയ്ക്ക് വെളുപ്പിന് 6:30 സമയത്ത് ഒരു മനുഷ്യനെ കൊല്ലുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും താങ്ങാൻ പറ്റും. അത് മുനിസിപ്പാലിറ്റി സഹായം കൊണ്ട് വീട് വെച്ചതാണ്. അവർ രണ്ടുപേരും കൂടെ ആണ് ഇത് കഷ്ടപ്പെട്ട് വെച്ചത്. ആ രണ്ടുപേരും ഒരേപോലെ കഷ്ടപ്പെട്ട് വെച്ചത്. പക്ഷെ നിമിഷ നേരം കൊണ്ട് ഇവൻ്റെ മൈൻഡ് എന്തോ മാറിയെന്ന് നമുക്കറിയത്തില്ല. അല്ല, ഐസക്ക് പറയുന്നത് ഞാൻ വെച്ച വീടാണ്, അവസാനം എന്നോട് വീട്ടിൽ കയറരുതെന്ന് പറഞ്ഞു, എനിക്ക് കയറി കിടക്കാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോണമെന്ന് പറയുന്നു എന്നൊക്കെയാണ് വീടിക്കകത്ത് പറയുന്നത്. ശരി, നമ്മളത് കേൾക്കുന്നില്ലല്ലോ, നമ്മളിതൊന്നും കേൾക്കാൻ നിൽക്കുന്നില്ല. നമ്മൾ രാവിലെ പോകുന്നില്ലേ. പക്ഷേ അവർ ഇടയ്ക്ക് വെച്ച് വഴക്കുണ്ടാവും, ഇവർ ഒന്നിച്ച് പോവും, ഒന്നിച്ച് വരും ഒക്കെ നമ്മൾ കണ്ടുപിടിക്കാം. അന്നേരം വീണ്ടും നമ്മൾ ചെന്ന് കയറി കഴിയുമ്പോൾ നമ്മൾ തെറ്റുതരാം. കാരണം അവരുടെ മുന്നിൽ അവർ രണ്ടുപേരുടെ വഴക്കുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ ചോദ്യം ചെയ്യാൻ അന്നത്തോട് നിർത്തി. പിന്നെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. ശരിക്കും പ്രണയിച്ച് കല്യാണം കഴിച്ചു. ഇത് നമ്മൾ ഓർക്കുന്നതന്നെ ഇവർ ലവ് ബേഴ്സ് പ്രണയ ആൾക്കാരാന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് പിണങ്ങും, ഇടയ്ക്ക് സ്നേഹിക്കും. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്നു. ഒരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ ഒക്കത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. അതാണ് ഞങ്ങളുടെ ഈ മൈൻഡിൽ കിടന്ന് കറങ്ങുന്നത്. കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്ന് ആണ് നമ്മുടെ ചിന്ത. ഒരു കുഞ്ഞിനെ രാവിലെ കാണുന്നു, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നമ്മൾ വെച്ച് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ആലോചിക്കും. ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന ഇഷ്ടമല്ലായിരുന്നു പുള്ളിക്ക്. അത് നമുക്ക് ജോലിക്ക് ഇഷ്ടമില്ലായിരുന്നു, പോകരുതെന്ന് പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. ഇതിലേ വരത്തില്ല. കാരണം ഈ തേരി കയറണ്ടല്ലെന്ന് വിചാരിച്ചു ഞാൻ ബൈക്ക് പോയാണ് രാവിലെ വെളുപ്പം 3 മണിക്ക് വെട്ടാൻ പോകും. പിന്നെ അതിന് നമുക്ക് പിന്നെ കാര്യം പറയാൻ എടുക്കാറില്ല, സമയമുണ്ട്. നമ്മൾ വന്നിടന്ന് തുടങ്ങുമ്പോൾ നമ്മൾ രാവിലെ ജോലിക്ക് പോകും. സന്തോഷം മക്കളൊക്കെ ഇല്ലേ? എനിക്ക് 2 പേരുണ്ട്. എനിക്ക് മോനുണ്ട്, ഒരു മോളുണ്ട്. മോളെ കെട്ടി. ഈ പിള്ളേരുടെ കൂട്ടുകാർ തന്നെയല്ലേ? ആണെന്ന്. ഇപ്പോൾ എൻ്റെ മോൻ കണ്ടിപ്പോൾ ഓട്ടോ ഓടിക്കുന്നു. പിന്നെ എൻ്റെ മോളെ കുളിച്ച് വെള്ളയച്ചത്, അതിനൊരു കുഞ്ഞുണ്ട്. അവരെല്ലാം വന്നായിരുന്നു. അറിഞ്ഞ് കേട്ടപ്പോഴേ എൻ്റെ കുഞ്ഞൊക്കെ തന്നെ ഞെട്ടിപ്പോയി. എൻ്റെ മോളൊക്കെ എന്നൊക്കെ ഇവരൊക്കെ കുഞ്ഞിലെ ചെറുപ്പം പോലെ അറിയാമെന്ന്. അങ്ങോട്ട് വെച്ചിട്ട് എല്ലാവരും ഒരുപോലെ കളിച്ച് വളർന്നില്ലേ. ഓരോ ട്രിപ്പിൽ ഞാൻ അടുത്ത ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. ഇതാ പൊടിനാളിൽ ഞാൻ കല്യാണം കഴിക്കുന്നുണ്ട്. ഇതിന് എന്തും വേണ്ടി ആശുപത്രി കൊണ്ടുപോകും. ഇങ്ങനെ ഒരിക്കലും ഒരു കടുങ്ങി ചെയ്യുന്ന ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യം. ആളെപ്പറ്റി എങ്ങനെയാണ് ഒരു പൊതുവിലൊരു? അവർ നമ്മളൊന്നും സഹകരണമൊന്നുമില്ല. നമ്മുടെ സഹകരണമായിട്ടൊന്നുമില്ല. നമ്മുടെ ഡെയിലി കാണുന്നു, നമ്മുടെ അവരെ പിന്നെ അടുത്ത് പറയാൻ കയറി വരുന്നത്. അല്ലാതെ നമ്മൾ ആരായിട്ട് വലിയ സഹകരണം ഇല്ല. സഹകരണം അയാൾ ഒരു ഇത്രയും വലിയ മൃഗതുല്യനായിട്ട് തോന്നിയിട്ടുണ്ടോ? എപ്പോഴും ഇടപെടലും പെരുമാറ്റത്തിലും ഒക്കെ? പെരുമാറ്റത്തിന് വെച്ചാൽ ഈ ഉള്ളത് കൊണ്ട് ആരോടും മിണ്ടത്തില്ല. അയാൾ ഒറ്റയ്ക്കുള്ള നടത്ത പോക്ക് ഇതൊക്കെ ഒറ്റയ്ക്കുള്ള നടപ്പും പോക്കും നമ്മളൊന്നും സഹകരണമൊന്നും ഇല്ല. ഇപ്പോൾ അയാൾ ഈ വീഡിയോക്കകത്ത് പറയുന്നത് മദ്യപിക്കുകയില്ല, ഒന്നുമില്ലെന്നൊക്കെ. ഇല്ല, വൈകുന്നേരം ആകുമ്പോൾ മദ്യപിക്കുകയല്ലായിരുന്നു. മദ്യപിക്കായിരുന്നു ആണല്ലേ? ഞാൻ പല പ്രാവശ്യം സിവിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഹെൽമെറ്റ് ഇട്ടുണ്ടാ വരുന്നത്. ആണോ? നമ്മൾ കണ്ടിട്ടുണ്ട്, സാധനം കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം അറിഞ്ഞപ്പോൾ എന്താ തോന്നി? നിങ്ങൾ നാട്ടുകാരല്ലായിരുന്നോ? എന്താ തോന്നിച്ചാൽ ഒന്നും ചെയ്യാൻ വയ്യാത്ത കണ്ടീഷനായിപ്പോയി. ഞങ്ങളെല്ലാം കടയിരുന്നില്ലേ, കടയിരുന്നപ്പോഴേ സംഭവം നടക്കുന്നത്. ആലപ്പുഴ വരുന്നത്. പക്ഷേ എന്നും അവരെ വീട്ടിൽ വഴക്കുണ്ട്, എന്നും വഴക്കുണ്ട്.
ഇന്ന് വഴക്കുണ്ട്. ഇന്നും വഴക്കുണ്ട്. പക്ഷേ ഇന്ന് ഇവർ ഒരു പ്രാവശ്യം അവിടെ ചെന്നപ്പോൾ എന്നെ ചീത്ത വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നീ ഇടപെട്ടിരുന്നു. അതെ നമ്മളവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അതേപോലെയുള്ള വഴക്കായെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ ഇങ്ങനെ സംഭവിക്കാൻ നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. ഇങ്ങനെയുള്ള മൈൻഡാണെന്ന് നമുക്ക് അറിയത്തില്ല. അതിനെക്കുറിച്ച് നമ്മൾ കൊടിനാൾ പോലെ നമ്മൾ കണ്ടുവരുന്നത് വെച്ച് അതെൻ്റെ കുഞ്ഞമ്മയുടെ മുകളിലില്ലേ. ഞാൻ രാവിലെ വെളുപ്പിന് 3 മണിക്ക് ഞാൻ ഇവിടുന്ന് വെട്ടാൻ പോകും. നമ്മൾ വൈകുന്നേരം ഉച്ചയാകും വരും, എല്ലാം കഴിക്കും, ഒരു കിടന്നുറങ്ങും. വൈകിട്ട് 4 മണിക്ക് വണ്ടി കൊണ്ടുപോകും. പിന്നെ കാണുമ്പം മിണ്ടുന്ന ഇതേ ഉള്ളൂ. അവർ അങ്ങനെ രീതിയിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. നമ്മുടെ കണ്ണു നേരെ ഒന്നും ഒരിട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അവർ പോകുന്നു വരുന്നു, അവർ ഭാര്യ ഭർത്താവ് പോകുന്നു വരുന്നു, അത് മാത്രമേ നമുക്കറിയത്തുള്ളൂ. പൊടിനാൾ മൂലം അറിയാം. പൊടിനാൾ മൂലം ഞാൻ എടുത്തുകൊണ്ടാണ് തോന്നുന്നത്. ആദ്യമായിട്ട് നടക്കുന്ന സംഭവമാണ് ഇവിടെ ഈ ഏരിയ. ആദ്യമായിട്ട് ഞങ്ങളെല്ലാം സ്തംഭിച്ചിരിക്കുക ഞങ്ങൾ മൊത്തത്തിൽ. കാരണം ഇതിലോട്ട് ഞാൻ ജോലിക്ക് പോലും പോയിട്ടില്ല. ഈ സംഭവം അറിഞ്ഞ ശേഷം ഇതിലോട്ട് ജോലിക്ക് പോലും പോയിട്ടില്ല. കൈയും കാലും ആടുന്നില്ല. ഇങ്ങനൊരു സംഭവം നടക്കുന്നത് ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്നില്ല. ഞങ്ങളെല്ലാം വൈലൻ്റായിട്ട് നിൽക്കുക. കാരണം വെച്ചാൽ അത്രയ്ക്ക് വിഷമമുണ്ട്. കാരണം ഇങ്ങനെ ചെയ്യും നമുക്കൊരു പ്രതീക്ഷയില്ലല്ലോ. നമ്മളിന്ന് ഇവരെ കാണുന്ന അവരെ വീണ്ടും മുന്നേ കൂടെ ഞാൻ കയറി വരുന്നത്, ഡെയിലി കയറി വരുന്നത് അതിലേക്കൂടെ. പക്ഷേ ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ ഒരിക്കലും ചിന്തിച്ചില്ല. ഐസക് എപ്പോഴും വർത്താനെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരോ എന്നോട് ഇതിനിപ്പോൾ ഒരു 6-7 മാസം വേണ്ടിയും പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. അന്നേരം അവരുടെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ വെള്ളം എടുത്തുകൊണ്ടിരുന്നത്. നേരത്തെ വെള്ളം എടുത്തുകൊണ്ടിരുന്നപ്പം എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു ഇനി മേലെ അവിടെ വെള്ളം എടുക്കാൻ വരുന്നു. അതോടുകൂടി നമ്മൾ അന്നേരം സ്റ്റോപ്പ് ചെയ്തു. അതിന് ശേഷമാണ് ഞങ്ങൾ മിണ്ടാതൊക്കെ ഇതൊക്കെ ആയി. അതിനുശേഷം അവരുടെ മിണ്ടാൻ എടുക്കാനും ഞങ്ങൾ പോയിട്ടില്ല. അതെന്തുകൊണ്ടത് പറഞ്ഞതെന്ന് നമുക്കും അറിയത്തില്ല. എന്തിനാ ഇവിടുത്തെ അമ്മയുടെ കുടിവെള്ളം നേരം പൊട്ടിച്ചു. കാരണം വെച്ചാൽ അവിടെ പൈപ്പിട്ട് വെള്ളം എടുത്തോണ്ട് ആ പൈപ്പ് വരെ വാർത്തതാണ്. നിങ്ങൾ അവരുടെ ഇങ്ങനെ ഒരു വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളൊന്നും ഇടപെടുത്തൊന്നുമില്ലേ? ഇടപെടുന്ന ഒരു പ്രാവശ്യം വഴക്കുണ്ടായപ്പോൾ ഞാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ അവൻ എന്നെ ചീത്ത വിളിച്ചിട്ട് എൻ്റെ കുടുംബങ്ങൾക്ക് നിനക്ക് എന്തോ കാരണം എന്ന് ചോദിച്ചു. അന്നത്തോട് നിർത്തി. കാരണം നമ്മൾ ഈ വഴക്ക് കിടമ്പോൾ വിചാരിച്ചാൽ അന്നത്തെ പോലെ എന്നാണ് നമ്മളെന്ന് ധരിച്ചത്. സംഭവം ഇങ്ങനെ ചെയ്യും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ശാലിനി എന്തെങ്കിലും ഒരു വിഷമം നിങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്നോട് ഇതുകൊണ്ടൊന്നും പറഞ്ഞിട്ടില്ല. കാരണം വെച്ചാൽ നമ്മളിപ്പോഴും കാണിയിരിക്കുകയും ചെയ്യുന്നതിൽ ശരിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളെടുത്ത് ചർച്ച ചെയ്തില്ല. അവർ ഭാര്യയും ഭർത്താവ് ഉള്ള വഴക്കില്ലേ, അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ചോദിക്കാൻ പോകത്തില്ല. അവരിന്ന് പിന്നെ വഴക്കുണ്ടായ അവർ നാളെ ഒന്നിച്ച് 2 പേര് പോകുന്നതാണ്. എന്നിട്ട് നമ്മൾ അതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ലല്ലോ. പിന്നെ നമ്മളവിടെ ചെല്ലുന്ന നമ്മൾ തെറ്റുകാരായി പോകത്തില്ല. അതുകൊണ്ട് നമ്മൾ അന്നത്തോട് സ്റ്റോപ്പ് ചെയ്യും. അല്ലാതെ ശാലിനെ കുറിച്ച് എൻ്റെ കേൾക്കത്തുള്ളൂ, ഞാൻ പറഞ്ഞിട്ടില്ല. ഭാര്യയോട് പോലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, എൻ്റെ ഭാര്യ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. അവർ വീണ്ടും പറയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. ഇത് നമ്മൾ ഓപ്പണായിട്ട് പറയുകയോ അല്ലെങ്കിൽ അവൻ പറയുകയോ ഇതൊക്കെ ചെയ്താലൊന്നും അങ്ങനെ സംഭവിക്കത്തില്ല. ഇത് അവർ തമ്മിലുള്ള കാര്യം അത് അവർ മറച്ചു വെച്ചു. നമ്മുടെ ഈ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാത്ത സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒരിക്കലും ഉണ്ടാകാത്ത സംഭവമാണ് ഇപ്പോൾ ഈ ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ വീഡിയോ ഇട്ടപ്പോഴാണ് ഇതിന് വലിയ പ്രാധാന്യം എടുക്കുന്നത്. സാധാരണ ഇതൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും അത്രയും ദുഷ്ടനാണെന്നുള്ളതല്ലേ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റിയത്. അത്രേ ഉള്ളൂ. ഒരു കൊലപാതകം കഴിഞ്ഞാൽ മനുഷ്യന് കുറ്റവാദം തോന്നും. അവൻ സ്റ്റേഷനിൽ നിന്ന് അവനെ കൊണ്ടുവന്നപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ വൈഫിനോട് വീണ്ടും താഴത്തെ ഒരു അമ്മയുടെ ഉണ്ട്, ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ ശരിയാണ് അവർ കാര്യം പറയാം. അതവർ പല കാര്യങ്ങളും ഏതോ എന്തെങ്കിലും പറയുകയോ ചെയ്യുന്ന അതവന് എന്തോ ദേഷ്യമുണ്ടെന്ന് തോന്നുന്നു. എല്ലാം പറയുന്നു. ആ സമയത്ത് കത്തി കയ്യിലുണ്ടായിരുന്നെങ്കിൽ എൻ്റെ വൈഫിനെ ഇവിടുത്തെ ഈ അന്നമ്മ എന്ന് പറഞ്ഞവർ കുത്തിയിട്ടേ പോത്തുള്ളായിരുന്നു. അപ്പോൾ ഇങ്ങനെ തന്നെ പറഞ്ഞത് ഒറ്റ കേസല്ലേ ഉള്ളൂ. കാരണം വെച്ചാൽ എൻ്റെ വൈഫിനെയും ഈ അന്നമ്മയും കുത്തിയിട്ട് മോളെ കുത്തിയിട്ടില്ലേ, അത് കഴിഞ്ഞ് എൻ്റെ ഈ കത്തി ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ വൈഫിനെയും ഈ അന്നമ്മയും കുത്തുമായിരുന്നു ഞാൻ പറഞ്ഞത്. ഈ അമ്മയും കുത്തിയായിരുന്നു. അത് വൈഫിൻ്റെ അടിച്ചത് അല്ലേ? അല്ല, വൈഫിനെ പിടിച്ച് തള്ളിയത്. വൈഫാ ഓടി വന്നത്. വൈഫും ഈ അന്നമ്മ എന്ന് പറഞ്ഞൊരു ഓടിച്ചെന്നത്. ഞങ്ങൾ മേലെ കടയിരിക്കില്ലേ, അന്നേരമാണ് ഈ സംഭവം നടക്കുന്നത്. വൈഫ് ഓടി വന്ന ചേട്ടാ എന്നോലെ അടിച്ചിട്ട് പിന്നെ വെട്ടിയിട്ട് കേട്ടാന്ന് പറയാം. അങ്ങനെ ഞാൻ ഓടിച്ചെല്ലുന്നത്. ചെന്നപ്പം രക്തത്തിൽ കുളിച്ച് കിടക്കുക. അന്നേരത്തുള്ള മൈൻഡ് അറിയാലേ ഞങ്ങളുടെ എന്താ ചെയ്യാൻ എടുക്കണമെന്നും അറിയാൻ വയ്യാതെ. പക്ഷെ ഇവൻ ഇത്രയും ക്രിമിനലാകും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മുടെ വൈഫിനെയാണ് പിടിച്ച് തള്ളിയത്. എൻ്റെ വൈഫിനെ പിടിച്ച് തള്ളി ആ അമ്മയ്ക്ക് അടി കൊടുത്തു. ഓടിച്ചെന്നപ്പോഴത്തേക്കിന് എന്നിട്ട് പിന്നെ കൊണ്ടുവന്നപ്പം വൈഫായിട്ട് സംസാരിച്ചോ? ഇല്ല, അവൻ സംസാരിച്ചില്ല. അവൻ അന്നേരം ഓടിയില്ലേ ഇവിടുന്ന് ഓടി. ഇവർക്ക് ഓടിച്ചെല്ലുന്ന കണ്ടുകൊണ്ടില്ലേ അവൻ പിടിച്ച് തള്ളിയത്. എന്നാൽ അത്രയും എന്തോ വൈരാഗ്യം വെച്ചുകൊണ്ടല്ലേ അവൻ അത് ചെയ്തത്. കാരണം ഇവരോട് കാര്യം പറയുന്നുണ്ടോ? അമ്മച്ചി കൊച്ചാരുടെ കാര്യം പറയാൻ വൈകിട്ട് വരും, ജോലി കഴിഞ്ഞ് വരും, അത് ഇവിടെ ഉച്ചയാകുമ്പം വരും, അതിൽ വൈകുന്നേരം ആകുമ്പോൾ വരും. അതതിൻ്റെ കാര്യം നോക്കി വിട്ടിരിക്കും. അല്ലെങ്കിൽ താപ്പോട്ട് കുളിക്കാനൊക്കെ വരുമ്പോഴാണ് വൈഫായിട്ടൊക്കെ കാര്യം പറയുന്നത്. അല്ലാതെ വൈഫിനോടോ ഞങ്ങളുടെ അടുത്ത് നിന്നും ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഷീറ്റ് തന്നെ അവിടെ ഇരിക്കുമോ, ഇതുവരെയായിട്ടും അടിച്ചിട്ടുമില്ല. അതായത് വെട്ടിയ പാലെടുത്തിട്ട് അത് ഇതുവരെയായിട്ടും അടിച്ചിട്ട് പോലുമില്ല. അതേ രീതിയിൽ അത് ഇവിടെ ഇരിക്കുക. അത്രയും വിഷമം കൊണ്ട് നമുക്ക് കൈയും കാലും ആടുന്നില്ല. പിന്നെ ഡെയിലി കുഞ്ഞിതിലേ കൂടെ ഇറങ്ങി പോകുന്നത്.